Welcome to today's class on algebra. Today we start our class with a theorem. First, let us read the statement of this theorem. Let E be a simple extension f of alpha of a field f, and let alpha be algebraic over f. Let the degree of irreducible polynomial for alpha over f be n, which is greater than or equal to 1. Then every element beta of E, which is equal to f of alpha, can be uniquely expressed in the form b2 equal to b0 plus b1 alpha plus b2 alpha square plus etc. plus bn minus 1 into alpha raised to n minus 1, where this coefficients b's belongs to f. Okay. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. സോ ഗിവൺ ദാറ്റ് ദിസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ്. ഇ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് ഓൾസോ ഗിവൺ ദാറ്റ് ദിസ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. ഈ ഇ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ ഗിവൺ ദാറ്റ് ദിസ് ഈസ് എ സിമ്പിൾ extension of f, and since this is a simple extension of f, by the definition of a simple extension we can say that there exists an element alpha in E such that f of alpha equal to E അല്ലേ. ഈ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റൻഷൻ ഇതിനകത്ത് ഒരു എലമെൻറ്റ് ഈ ആൽഫ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് ആ ആൽഫയെ ഈ എഫ് എന്ന ഫീൽഡിനോട് അറ്റാച്ച് ചെയ്യുമ്പോൾ അഡ്ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ കിട്ടും അല്ലേ. അതാണ് ഇവിടുത്തെ തന്നിരിക്കുന്നത് ലെറ്റ് ഇ ബി എൻ സിമ്പിൾ എക്സ്റ്റൻഷൻ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഗിവൺ ദാറ്റ് ദിസ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ്. ആൽഫ എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഓവർ എഫ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഓവർ എഫ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ആൽഫ എന്ന് പറയുന്നത് എഫിനകത്ത് ഓൾജിബ്രിക് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ആൽഫ റൂട്ട് ആയിക്കൊണ്ടുള്ള ഒരു ഇറിഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. സോ ഗിവൺ ദാറ്റ് ദിസ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ്, ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് ആൻ ഇറിഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ്, and we suppose that the degree of that irreducible polynomial for alpha over f equal to n, which is greater than or equal to n 1. Okay, suppose degree of irreducible polynomial for alpha over f equal to n, which is greater than or equal to 1. ഓക്കെ, അപ്പോൾ ഇത്ര കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. സിമ്പിൾ ഇ എന്ന് പറയുന്നത് എഫിൻ്റെ സിമ്പിൾ എക്സ്റ്റൻഷനാണ്, ആൽഫ ഓൾജിബ്രിക് ആണ്, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഓക്കെ, കൂടാതെ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ ആയിരിക്കും, ആ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇത്ര കണ്ടീഷൻസ് ആണ് നമുക്ക് ഈ തിയറത്തിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഇ എന്ന എക്സ്റ്റൻഷ്യൽ ഫീൽഡിൽ നിന്നും. ഓക്കെ, ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫയാണ്, അതായത് ഇ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ. ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും ഏതൊരു എലമെൻറ്റ് ബീറ്റേനെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും, ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും ഏതൊരു എലമെൻറ്റ് ബീറ്റേനെ ചൂസ് ചെയ്യുകയാണെങ്കിലും ദാറ്റ് ബീറ്റ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് b0 plus b1 alpha plus b2 alpha square plus etc. plus bn minus 1 into alpha raised to n minus 1. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും നമ്മൾ റാൻഡംലി ഏതൊരു എലമെൻറ്റ് ചൂസ് ചെയ്താലും ആ എലമെൻറ്റിനെ നമുക്ക് ഈ ഒരു ഫോമിനകത്ത് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് b0 b1 b2 എക്സെട്ര അപ് ടു bn minus 1 ആണ്. ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത ഫീൽഡിലെ എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഈ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്ന ഇറിഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്യുന്ന എലമെൻറ്റ് ബീറ്റയുടെ എക്സ്പാൻഷനിൽ ആൽഫയുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് n minus 1 ആയിരിക്കണം. ഓക്കെ, അതായത് ഇറിഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി n ആണെങ്കിൽ ഈ ബീറ്റയുടെ റിപ്രസെൻറ്റേഷനിൽ ആൽഫയുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ആ എന്നിനേക്കാൾ ഒന്ന് കുറവായിരിക്കും, അതായത് n minus 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കൂടാതെ ഈ എക്സ്പാൻഷൻ, അതായത് ഈ ബീറ്റയുടെ ഈ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും റാൻഡംലി ഞാനൊരു ബീറ്റ പറഞ്ഞൊരു പോയിൻറ്റിനെ ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബീറ്റിനെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കണം. കൂടാതെ ആ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂഫിലേക്ക് വരാം. പ്രൂഫ് ഇത് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മളൊന്നും
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനിയാണ് പ്രൂഫിലേക്ക് വരുന്നത്. ഓക്കെ, പ്രൂഫ്. We define a evaluation homomorphism phi alpha from f of x to e defined by phi alpha of f of x equal to f of alpha. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുന്നുള്ള തിയറംസിലൊക്കെ ഉപയോഗിച്ച നമ്മൾ ഡിഫൈൻ ചെയ്ത സെയിം ഹോമോമോർഫിസമാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദറ്റ് ഈസ് ഫൈ ആൽഫ ഫ്രം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ടു ഇ ഡിഫൈൻ ബൈ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് എഫ് ഈസ് എ ഫോർമൽ പോളിനോമിയൽ ഇൻ ആൽഫ വിത്ത് കോയിഫിഷ്യൻസ് ഇൻ ക്യാപിറ്റൽ എഫ്. ഓക്കെ, ക്യാപിറ്റൽ എഫിലെ കോയിഫിഷ്യൻസ് ഉള്ള ഒരു ഫോർമൽ പോളിനോമിയലാണ് ഈ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു, ഇവിടുത്തെ കണ്ടീഷനായി പറഞ്ഞു, ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രിക് എലമെൻ്റ് ആണെങ്കിൽ ആ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ വി ലെറ്റ് ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് ഈക്വൽ ടു പി ഓഫ് എക്സ്. ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ലെറ്റ് ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ over f equal to p of x, which is equal to x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൽ പി ഓഫ് എക്സ് എന്ന് വിളിച്ചു. ദറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട്. ഓക്കെ, ദറ്റ് പി ഹൗ ദെൻ പി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഇങ്ങനെയാണെങ്കിൽ പി ഓഫ് ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ വാല്യൂ ഓഫ് പി അറ്റ് ദ പോയിൻറ്റ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താണ്, ദിസ് പി ഓഫ് എക്സ് ഈസ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ദിസ് ആൽഫ. ഈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ പി ഓഫ് എക്സ് ഈ ആൽഫയുടെ ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ദാറ്റ് മീൻസ് ദിസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ പി ഓഫ് എക്സ്. ദാറ്റ്സ് വൈ വി ഹാവ് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, p of x equal to x raised to n plus a n minus 1 x raised to n minus 1 plus etc plus a naught. Then what is p of alpha? P of alpha equal to, by the definition of p of x, p of alpha equal to alpha raised to n plus a n minus 1 alpha raised to n minus 1 plus etc plus a naught. And we have p of alpha equal to 0. So this is equal to 0. Okay, so we are getting alpha raised to n equal to, that is from this expression we are getting a form for this alpha raised to n. ഇതിൽ നിന്ന് നമുക്ക് ഒരു ആൽഫ റൈസ് ടു എന്നിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ദിസ് ആൽഫ റൈസ് ടു എൻ ഈക്വൽ ടു, ഈ ആൽഫ റൈസ് ടു എന്നിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടൈംസിനും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദെൻ ആൽഫ റൈസ് ടു എൻ ഈക്വൽ ടു minus of a n minus 1 alpha raised to n minus 1 minus etc minus this a naught. Okay, that is we get alpha raised to n equal to, നമുക്ക് നോട്ട് എഴുതാം, that is we are getting the value for alpha raised to n equal to alpha raised to n equal to minus of a n minus 1 alpha raised to n minus 1 minus etc minus a naught. ഈ ആൽഫ റൈസ് ടു എന്നിൻ്റെ എക്സ്പ്രഷൻ അവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ. കാരണം ദിസ് എക്സ്പ്രഷൻ ഈക്വൽ ടു 0 ആൻഡ് ഫ്രം ദിസ് ആൽഫ റൈസ് ടു എൻ ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, നൗ വി നോ ദാറ്റ് ആൽഫ റൈസ് ടു എൻ പ്ലസ് 1 ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ റൈസ് ടു എൻ അല്ലേ. വി ക്യാൻ റിപ്രസെൻറ്റ് ആൽഫ റൈസ് ടു എൻ പ്ലസ് 1 ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ റൈസ് ടു എൻ. Now you get substitution for this alpha raised to n. Okay, that is this is a expression for alpha raised to n plus 1 and alpha raised to n plus 1 equal to alpha into alpha raised to n. Now we substitute this term, this form for alpha raised to n. ഈ alpha raised to n ന് പകരം നമ്മൾ ഈ alpha raised to n ൻ്റെ ഈ ഫോം ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് യു ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദിസ് ആൽഫ റൈസ് ടു എൻ. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു വാട്ട് ഈസ് അവർ ആൽഫ റൈസ് ടു എൻ? ആൽഫ റൈസ് ടു എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എ എൻ മൈനസ് 1 ആൽഫ റൈസ് ടു എൻ മൈനസ് 1 മൈനസ് എക്സെട്ര മൈനസ് എ നോട്ട്.
Okay, and this is equal to alpha into minus an minus 1 alpha raised to n minus 1. That is, when I multiply alpha with this alpha raised to n minus 1, I get alpha raised to n. So this is equal to minus an minus 1 alpha raised to n minus etc. minus a naught into this alpha, that is a naught alpha. Okay. Now this is equal to minus of a n minus 1. Here there is an alpha raised to n. ഇവിടെ ഒരു alpha raised to n ഉണ്ട് അല്ലേ? So again you get a substitute for this alpha raised to n. വീണ്ടും നമ്മൾ ഈ alpha raised to n നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. Okay, so this form equal to minus of a n minus 1 into what is alpha raised to n? Alpha raised to n equal to minus a n minus 1 alpha raised to n minus 1 minus etc. minus a naught minus. The term a n minus 2 alpha raised to n minus 2, that is this a n minus 2 alpha raised to n minus 2 is the term here. Okay, so minus a n minus 2 alpha raised to n minus 2 minus a naught alpha. Okay, ഈ ടേം ഇവിടെ ഉണ്ട്, നമ്മളിത് എഴുതാത്തതാണ്. സോ ഈ സ്റ്റെപ്പിനകത്ത് ഞാൻ ഈ ടേമും കൂടി എഴുതുന്നു. ഓക്കെ, സോ we get alpha raised to n plus 1 equal to a n minus 1 into a n minus 1 and minus 1 into minus 1. So this become plus a n minus 1 square into alpha raised to n minus 1. Okay, plus the next term will be a n minus 1 into a n minus 2 into alpha raised to n minus 2. Okay, plus etc. plus a n minus 1 a naught. ഓക്കെ, അതായത് ഇത്രയും ടൈംസ് എന്ന് പറയുന്നത് ഈ ഫോമിലുള്ള എല്ലാ എലമെൻറ്റ്സ് എൻട്രീസിനെയും നമ്മൾ ഈ എ എൻ മൈനസ് എ എൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ വി ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ മൈനസ് ദിസ് എ എൻ മൈനസ് 2 alpha raised to n minus 2 etc. minus a naught alpha. ഓക്കെ, ഇവിടെ സം എക്സെട്ര ലാസ്റ്റ് ടൈമാണ് എ നോട്ട് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് എ എൻ മൈനസ് 1നെ ഇതിൽ ഈ എക്സ്പ്രഷനിൽ ഓരോ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദർ ഈസ് എ എൻ മൈനസ് 1 ആൻഡ് ഇവിടെ ഒരു എ എൻ മൈനസ് 1 ഉണ്ട്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 പ്ലസ് ആയി മാറും. അത് എ എൻ മൈനസ് 1ൻ്റെ സ്ക്വയർ കിട്ടും ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ്. ഓക്കെ, ഇവിടെയുള്ള നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് എ എൻ മൈനസ് 2 ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് 2 ആയിരിക്കും. മൈനസ് ഓഫ് ഇവിടെയുള്ള ടൈം എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ എൻ മൈനസ് 2 ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് 2 ആയിരിക്കും. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് പ്ലസ് എ എൻ മൈനസ് 1 എ എൻ മൈനസ് 2 ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് 2. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ലാസ്റ്റ് ഇവിടെയുള്ള ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എ നോട്ടാണ്. സോ പ്ലസ് എ എൻ മൈനസ് 1 ഇൻറ്റു എ നോട്ട്. നെക്സ്റ്റ് ഈ ടൈം എന്ന് പറയുന്നത് എ എൻ മൈനസ് 2 ആൽഫ റൈസ് ടു എൻ മൈനസ് 2 എക്സെട്ര മൈനസ് എ നോട്ട് ആൽഫ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ അപ്പം ഈ ആൽഫ റൈസ് ടു എൻ പ്ലസ് 1ൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. ഇതിനകത്ത് ഈ എ എൻ മൈനസ് 1 എ നോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ കോയിഫിഷ്യൻ്റ് ഓഫ് സം ആൽഫ റൈസ് ടു 0 അല്ലെ. ആൽഫ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റൻറ്റ് ടൈമിനെ നമുക്ക് ആൽഫ റൈസ് ടു 0ൻ്റെ ഒരു കോയിഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള എൻട്രീസൊക്കെ നോക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള ടേംസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ആൽഫ റൈസ് ടു 1ൻ്റെ കോയിഫിഷ്യൻ്റാണ് ആൻഡ് ആൽഫ റൈസ് ടു 2ൻ്റെ ആൽഫ റൈസ് ടു 2ൻ്റെ ടേം ഇതിനകത്തുണ്ടാവും. ആൻഡ് അപ് ടു എക്സ്ട്രാ ആൽഫ റൈസ് ടു എൻ മൈനസ് 1ൻ്റെ ടേംസ് വരെ നമുക്ക് ഈ ആൽഫ റൈസ് ടു എൻ പ്ലസ് 1ൻ്റെ എക്സ്പ്രഷനിൽ കാണാൻ പറ്റും. ഓക്കെ,
So we clipping the coefficient of alpha raised to 0, alpha raised to 1, alpha raised to 2, etc. up to alpha raised to n minus 1. Then we can see that this alpha raised to n plus 1 can be represented as alpha raised to n plus 1 equal to gamma naught plus gamma 1 alpha plus etc. plus gamma n minus 1 alpha raised to n minus 1. അല്ല, alpha raised to n minus 1 വരെയാണ് എക്സ്പ്രഷനിലുള്ളത്. So we write alpha raised to n plus 1 equal to gamma naught plus gamma 1 alpha plus etc. plus gamma n minus 1 alpha raised to n minus 1. Okay. Now this alpha raised to n plus 1 belongs to f of alpha. ഈ alpha raised to n plus 1 എന്ന് പറയുന്നത് f of alpha ഇതിനകത്തുള്ള ഒരു എൻട്രി ആയിരിക്കും. So if beta belongs to f of alpha, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള, അതായത് നമ്മുടെ എഫ് ഓഫ് ആൽഫയിൽ ഉള്ള ഏതൊരു എലമെൻറ്റ് ബീറ്റേനെ ചൂസ് ചെയ്താലും ആ ബീറ്റേനെ സം ബി നോട്ട് പ്ലസ് ബി വൺ ആൽഫ എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ എന്ന് യൂണീക്കായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സോ ഐ ചൂസ് എ ബീറ്റ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ. ദെൻ ദിസ് ബീറ്റ ക്യാൻ ബി expressed in the required form beta equal to beta naught plus b1 alpha plus etc. plus bn minus 1 alpha raised to n minus 1. കാരണം ഈ ആൽഫ റൈസ് ടു എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫേനകത്തുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് ആൽഫേനകത്തുള്ള ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇഫ് ഐ ചൂസ് എൻ എലമെൻറ്റ് ബീറ്റ ഫ്രം എഫ് ഓഫ് ആൽഫ, ദിസ് ബീറ്റ ക്യാൻ ഓൾസോ ബി റിപ്രസെൻറ്റഡ് ആസ് ബീറ്റ ഈക്വൽ ടു b naught plus b1 alpha etc. plus bn minus 1 alpha raised to n minus 1, where this bi's belongs to f. Okay. അപ്പോൾ നമുക്ക് ഏതൊരു എലമെൻറ്റ് ചൂസ് ചെയ്താലും ആ എലമെൻറ്റിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രൂവ് ചെയ്തു. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് റിപ്രസെൻറ്റേഷൻ ഓഫ് ബീറ്റ ഈസ് യൂണീക്ക്. ഈ ബീറ്റയുടെ ഈ റിപ്രസെൻറ്റേഷൻ യൂണീക്ക് ആണെന്നാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? സോ നൗ ഫോർ യൂണീക്ക്നെസ് we suppose that this beta has another representation. Okay, ഈ ബീറ്റയ്ക്ക് മറ്റൊരു റിപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബീറ്റ ഈക്വൽ ടു സം ബി നോട്ട് ഡാഷ് പ്ലസ് ബി വൺ ഡാഷ് ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ ഡാഷ് ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ, വെർ ദിസ് ബി ഐ ഡാഷ് ബിലോങ്സ് ടു എഫ്. ഓക്കെ, അപ്പോൾ ബീറ്റയ്ക്ക് മറ്റൊരു റിപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ആൻഡ് വി ഓൾറെഡി ഹാവ് ബീറ്റ ഈക്വൽ ടു ബി നോട്ട് പ്ലസ് ബി വൺ ആൽഫ plus etc. plus bn minus 1 alpha raised to n minus 1. Okay, so let it be some 1, this equation 1 and this b2. Okay, now I subtract the equation 1 from equation 2, that is 2 minus 1 implies beta minus beta 0. So 0 equal to b naught minus b naught dash, b naught minus b naught dash. Okay, plus next time എന്ന് പറയുന്നത് b1 alpha minus b1 dash alpha, that is b1 minus b1 dash into alpha, b1 minus b1 dash into alpha plus etc. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് bn minus 1 minus bn minus 1 dash into alpha raised to n minus 1. Okay, so now we introduce a function g of x as g of x equal to b naught minus b1 dash plus b naught minus b naught dash plus b1 minus b1 dash into x plus etc. plus bn minus 1 minus bn minus 1 dash into x raised to n minus 1. So I let g of x equal to b naught minus b naught dash plus b1 minus b1 dash into x plus etc. plus bn minus 1 minus bn minus 1 dash into x raised to n minus 1. Okay, clear? So then we have this g of x belongs to capital F of x. കാരണം എന്താണ്?
ഈ ജി ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് ബി നോട്ട് മൈനസ് ബി നോട്ട് ഡാഷ് ബി വൺ മൈനസ് ബി വൺ ഡാഷ് എക്സെട്ര ബി എൻ മൈനസ് വൺ മൈനസ് ബി എൻ മൈനസ് വൺ ഡാഷ്. അതായത് ജനറലി ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ബി ഐ മൈനസ് ബി ഐ ഡാഷ് ആണ്. അപ്പോൾ എല്ലാ ബി ഐസും ഫീൽഡ് എഫിലുള്ളതാണ് ആൻഡ് എല്ലാ ബി ഐ ഡാഷും എഫിലുള്ളതാണ്. ദെർഫോർ എല്ലാ ബി ഐ മൈനസ് ബി ഐ ഡാഷും എഫിനകത്തുള്ളതാണ്. സോ അവർ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ആൻഡ് വാട്ട് ഈസ് ജി ഓഫ് ആൽഫ? G of alpha equal to b naught minus b naught dash plus b1 minus b1 dash into alpha plus etc plus bn minus 1 minus bn minus 1 dash into x raised to into alpha raised to n minus 1 അല്ലേ ജി ഓഫ് ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്രഷൻ തന്നെയല്ലേ ഇതെന്ന് പറയുന്നത്. അതായത് ബി നോട്ട് മൈനസ് ബി നോട്ട് ഡാഷ് പ്ലസ് ബി വൺ മൈനസ് ബി വൺ ഡാഷ് ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ മൈനസ് ബി എൻ മൈനസ് വൺ ഡാഷ് ഇൻറ്റു ആൽഫ. ഇത് തന്നെയാണ് ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് വി ഹാവ് ദിസ് എക്സ്പ്രഷൻ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ജി ഓഫ് ആൽഫ ഈക്വൽ ടു 0. സോ വി ഗെറ്റ് ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, നൗ വി നോ ദാറ്റ് ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് പറഞ്ഞാൽ എക്സിലുള്ള ഒരു പോളിനോമിയലാണ് ആൻഡ് എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് n മൈനസ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് n മൈനസ് 1 ആണ്. ദെൻ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്? ഓക്കെ, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് പി ഡിനോട്ട് ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫിനെ നമ്മൾ പി ഓഫ് എക്സ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് which is equal to, by our assumption, degree of p of x equal to n. So we getting degree of g of x less than degree of irreducible polynomial of alpha over f. Okay, but since irreducible polynomial of alpha over f is a non-zero polynomial of minimal degree in capital F of x having alpha as a 0, we must have g of x equal to 0. Okay, അതായത് നമുക്കിവിടെ കിട്ടിയത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് എന്നാണ് കിട്ടിയത്. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും എഫ് ഓഫ് എക്സിനകത്തുള്ള ഏതൊരു ഇറഡ്യൂസിബിൾ നോട്ട് സീറോ ആയ ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും ദാറ്റ് ഈസ് എ മിനിമൽ ഡിഗ്രി പോളിനോമിയൽ. അതെന്ന് പറയുന്നത് ഒരു മിനിമൽ ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. കാരണം എന്താ? കാരണം നമുക്കറിയാം പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആയിരിക്കും. ഇറഡ്യൂസിബിൾ ആകുന്നത് കൊണ്ട് തന്നെ ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും അത് എഫ് ഓഫ് എക്സിനകത്ത് ഒരു മിനിമൽ ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഈ ഇറഡ്യൂസിബിൾ ആൽഫ കോമ എഫ് എന്ന് പറയുന്നത് മിനിമൽ ഡിഗ്രി പോളിനോമിയലാണ്. പക്ഷേ ആ പോളിനോമിയലിനേക്കാളും ഡിഗ്രി കുറവുള്ള മറ്റൊരു ജി ഓഫ് എക്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തു. ദാറ്റ് ഇംപ്ലീസ് വി മസ്റ്റ് ഹാവ് ദിസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. കാരണം അല്ലാതെ ഇത് പോസിബിൾ അല്ല. കാരണം ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ആ പോളിനോമിയലാണ് നമുക്ക് മിനിമൽ ഡിഗ്രി വേണ്ടത് ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ. പക്ഷേ നമുക്ക് അതിനേക്കാൾ ഡിഗ്രി കുറഞ്ഞ മറ്റൊരു ജി ഓഫ് എക്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ വി മസ്റ്റ് ഹാവ് ദിസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, സോ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലീസ് ഓൾ ദ കോയിഫിഷ്യൻ്റ് ഓഫ് ദിസ് ജി മസ്റ്റ് ബി ഈക്വൽ ടു 0. ജി ഓഫ് എക്സ് 0 ആയി എന്നത് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ജി ഓഫ് എക്സിലെ എല്ലാ കോയിഫിഷ്യൻസും 0 ആയി. അപ്പോൾ ജി ഓഫ് എക്സിലെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? സോ ബി ഐ മൈനസ് ബി ഐ ഡാഷ് ആണ്. So g of x equal to 0 implies bi minus bi dash equal to 0 for every i. For every I ranges from 0 to this n minus 1. Okay, which implies bi equal to bi dash. That is, these bi dashes are unique. And the uniqueness of BA is established, and so the uniqueness of beta is also established. Okay, അതായത് നമ്മൾ ഈ ബീറ്റയ്ക്ക് രണ്ട് എക്സ്പ്രഷൻ കൊടുത്തായിരുന്നു. വൺ
ബി നോട്ട് ഡാഷ് പ്ലസ് ബി വൺ ഡാഷ് ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ ഡാഷ് ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ. മറ്റൊരു റിപ്രസെൻറ്റേഷൻ ആയിരുന്നു ബി നോട്ട് പ്ലസ് ബി വൺ ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ എന്നത്. പക്ഷേ ഫൈനലി നമുക്ക് കിട്ടി ഈ കോയിഫിഷ്യൻസ് ബി നോട്ട് ഡാഷ് ഈക്വൽ ടു ബി നോട്ടാണ്, ബി വൺ ഡാഷ് ഈക്വൽ ടു ബി വൺ ആണ്, എക്സെട്ര ബി എൻ മൈനസ് വൺ ഈക്വൽ ടു ബി എൻ മൈനസ് വൺ ഡാഷ് ആണ്. വിച്ച് ഇംപ്ലീസ് ദിസ് ബീറ്റ ഹാസ് എ യുണീക്ക് റിപ്രസെൻറ്റേഷൻ. ഈ ബീറ്റയ്ക്ക് ഒരു യുണീക്ക് റിപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഇവിടെ യുണീക്ക്നെസ് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് എഫ് ഓഫ് ആൽഫയിൽ നിന്നും ഏതൊരു എലമെൻറ്റ് ബീറ്റയെ നമ്മൾ ചൂസ് ചെയ്താലും ആ ബീറ്റയെ നമുക്ക് സം ബി നോട്ട് പ്ലസ് ബി വൺ ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ബി എൻ മൈനസ് വൺ ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ എന്ന് യുണീക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ എൻ മൈനസ് വൺ വരെ പറഞ്ഞൊരു കാരണം എന്താണ്, നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എൻ ആണെങ്കിൽ ഈ ആൽഫേൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ആയിരിക്കും. സോ ദിസ് ഈസ് ദ